നമ്മളെ പോലെ സുഖമുള്ള ഒരു ജനത ഇവിടെ ഉണ്ട് ആകാശത്തിന് കീഴിൽ. എന്റെ അമ്മ പെങ്ങന്മാർക്ക് ആണിനൊപ്പം പെണ്ണിനൊപ്പം ഇങ്ങനെ ഒന്നിച്ചിരിക്കാം എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. ഞാനൊരു ഇസ്ലാമിക പ്രബോധകനായിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ എന്റെ അമ്മ പെങ്ങന്മാർ എനിക്ക് കാണാൻ പറ്റുമോ? ഇവിടെ ഒരു മറ കെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റില്ല. നിങ്ങൾ ഹിന്ദുവിൽ നാളെ സ്വാതന്ത്ര്യം പോരാ എന്ന് പറഞ്ഞ് മതം മാറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് മാത്രമേ പുറത്തു കാണിക്കാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ മതത്തിന്റെ തടവറയിലായി പോകും. ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഒരു ആത്മീയ പ്രഭാഷണത്തിൻ്റെ കോലമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. തൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായ ആളുകൾക്ക് താൻ ഉൾക്കൊള്ളുന്ന ഒരു ആശയം മഹിതമാണ്, മഹത്തരമാണ് എങ്കിൽ സരളസുന്ദരമായി അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ മനോഹാരിത പങ്കുവെക്കലല്ലേ ഒരു യഥാർത്ഥ ആശയം നിഷ്കളങ്കമായി ഉൾക്കൊള്ളുന്ന, അത് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രഭാഷകനെ സംബന്ധിച്ചോളം വേണ്ടത്. അപരമത നിന്ന പച്ചയായ അപരമത വിദ്വേഷമല്ലേ പ്രചരിപ്പിക്കുന്നത്. താൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കി. സുഹരി ഉസ്താദിനോട് ആദ്യം തന്നെ പറയാനുള്ളത്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാന്തപുര ഉസ്താദ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് വിവാദമാവുകയും ചെയ്തു. അതെന്താണ് പ്രസ്താവന എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അതിവിടെ അപ്രസക്തമാണ്. പക്ഷേ അത് വിവാദമായപ്പോൾ സുഹരി ഉസ്താദ് വന്ന ചാനലിൻ്റെ മുന്നിൽ പറഞ്ഞത് കാന്തപുര ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അനുയായികളോടാണ് പറഞ്ഞത്. മറ്റുള്ളവരത് പ്രതികരിക്കേണ്ട ആവശ്യമുള്ള എന്ന രീതിയിൽ. അതേ ന്യായം ഉസ്താദിന് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ? ആ പ്രഭാഷകൻ അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ടോ അവൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ അവൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോടല്ലേ പറഞ്ഞത്. ഈ ന്യായം ഇങ്ങോട്ടും സ്വീകാര്യമല്ലേ? അതെന്താ ഉസ്താദിന് അങ്ങനെ തോന്നാത്തത്? അല്ലെങ്കിൽ സ്വന്തം മതത്തിലെ പറ്റി പറയുമ്പോൾ മാത്രം ഇളകുന്ന വികാരമാണോ ഉസ്താദിനുള്ളത്? അതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ വർഗീയം എന്നാ പറയുക. പിന്നെ ഉസ്താദ് പറയുന്നു, അവനവൻ്റെ ആവശ്യം മഹനീയമാണെങ്കിൽ അത് സരളസുന്ദരമായ രീതിയിൽ അവതരിപ്പിക്കണം. എന്നാലേ ഏതാനും മഹനീയ വാചകങ്ങൾ സരളസുന്ദരമായ രീതിയിൽ അവതരിപ്പിച്ചത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു തരാം. 3-ാം അധ്യായം 28, 3-ാം അധ്യായം 118, 4-ാം അധ്യായം 144 അടക്കം പറയുന്നു, സത്യനിഷേധികളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. സത്യനിഷേധി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സിലാകാൻ പറയുകയാണ്. സത്യനിഷേധി എന്നാൽ സത്യമതമായ ഇസ്ലാമിനെ അംഗീകരിക്കാത്തവർ, നോൺ മുസ്ലിംസ് അതായിരുന്നു. അവരെ ഉറ്റമൃത്ത സുഹൃത്തുക്കളാക്കരുത് അല്ലേ? 9-ാം അധ്യായത്തിൽ 123 പറയുന്നു, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളുമായി നിങ്ങൾ യുദ്ധം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുക, നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം. ശ്രദ്ധിക്കുക, അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികൾ, അല്ലാതെ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന സത്യനിഷേധികളെന്നോ നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ എന്നോ അല്ല പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളാണ്. ഇത് ഇവിടെ പലരും ന്യായീകരിച്ച് വരുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നവരോട് അങ്ങനെ പറഞ്ഞത്. യുദ്ധം ചെയ്യുന്നവർ എന്നല്ല അവിടെ പറഞ്ഞത്. ദൈവം പറഞ്ഞിരിക്കുന്നത് അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന് വ്യക്തമായി പറയാമായിരുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോ നിങ്ങളോട് ആക്രമിക്കാൻ വരുന്നവരോ ചെയ്താൽ മതി. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 4-ാം അധ്യായം 101 പറയുന്നു, സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാണ്, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാണ് അല്ലേ? പിന്നെ 8-ാം അധ്യായം 22-ലും 8:55 പറയുന്നത്, ബഹുദൈവ വിശ്വാസികൾ ജന്തുക്കളിൽ വെച്ച്, ദൈവത്തിൻ്റെ അടുത്ത് ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജന്തുക്കൾ. നോക്കൂ എന്താ പറയുന്നത്. 9-ാം അധ്യായം 27 പറയുന്നു, ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാവുന്നു. ഇതൊക്കെ ഒരു ദൈവമാണ് പറഞ്ഞത്, മറ്റത് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അപരമതനിന്ദയല്ല നടത്തിയത്. അപരമതത്തിലെ ഒരു തെറ്റായ കീഴ്വഴക്കത്തെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കാനാണ് ശ്രമിച്ചത്. ഇതാണ് വ്യക്തമായ അപരമത നിന്ദ. ഇത് കാണുമ്പോൾ ഉസ്താദിന് പ്രതികരിക്കാൻ തോന്നില്ലേ? ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ പേര് വർഗീയത എന്നാണ്. ആ വർഗീയത താങ്കൾ ചിരിച്ച് വീഡിയോന് മുൻപ് പറഞ്ഞതുകൊണ്ട് വർഗീയത അല്ലാതാവുന്നില്ല. താങ്കൾ ചിരിച്ചുകൊണ്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് പല വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത്. താങ്കൾക്ക് ഇസ്ലാമിനെ തൊടുമ്പോഴത്തേക്ക്
താങ്കളുടെ മനുഷ്യത്വവും വികാരമൊക്കെ അങ്ങോട്ട് ഉണർന്നു വരുന്നതായിട്ട് കാണുന്നു. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്, അത് ചിന്തിച്ചാൽ മതി. മറ്റൊന്ന് നോക്കൂ, 7-ാം അധ്യായം 167. ഇസ്രായേലിയരെ ലോകാവസാനത്തിൻ്റെ നാൾ വരെ ഹീനമായി ശിക്ഷിക്കാൻ പോകുന്നവരെ ഞാൻ നിയോഗിച്ചു കൊണ്ടിരിക്കും. ഏത് ലോകം ഖിയാമത്ത് നാൾ വരെ ഇസ്രായേലിയരെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളെ ദൈവം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും ഹീനമായ രീതിയിൽ, അല്ലേ? അപ്പോൾ ഇസ്രായേലിലും പാലസ്തീനിലും നടക്കുന്നതിൻ്റെ കാരണം ഖുർആൻ പ്രകാരം എന്തായിരിക്കും എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? ഇസ്രായേലിനെ ഹീനമായി സൃഷ്ടിക്കുന്നവരെ തീവ്രവാദികൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ദൈവത്തിൻ്റെ ജോലി എന്താ? എന്നിട്ട് ഇസ്രായേലിയരെ കുറ്റം പറയുകയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ മറ്റു മതസ്ഥനെ ദ്രോഹിക്കാനും ശത്രുവായി കാണാനും സുഹൃത്തായി കാണാൻ പാടില്ലാന്നും പെരടിക്ക് വെട്ടി കൊല്ലണമെന്നും അവരെ ശിക്ഷിക്കാനുള്ള ആൾക്കാരെ ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നു പറയുന്ന ദൈവം മറ്റേതെങ്കിലും ഒരു മതത്തിൽ കാണുന്നുണ്ടോ? ഏറ്റവും മോശപ്പെട്ട ദൈവത്തിന്റെ ചിന്താഗതി എന്നും പറഞ്ഞ് തലയിൽ പേറി നടക്കുന്ന നിങ്ങളാണോ മറ്റു മതങ്ങൾ ഉപദേശിക്കാൻ നടക്കുന്നത്? മറ്റു മതസ്ഥര് മറ്റു ദൈവങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇനി വേറൊരു ഭാഗം നോക്കൂ. സ്ത്രീയും പുരുഷനും വെവ്വേറെയാവുക, അതുപോലെ തന്നെ സ്ത്രീ കണ്ണ് മാത്രം പുറത്തിട്ട് പോകുന്നു. ഈ കണ്ണ് മാത്രം കാണിച്ചു എന്നത് വലിയൊരു പ്രശ്നമാണ് എങ്കിൽ നമ്മൾ നമ്മുടെ ഭൂതകാലത്തേക്കൊന്ന് പോകണം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടോ? പോട്ടെ, KK കുറുപ്പിൻ്റെ കേരള ചരിത്രമെങ്കിലും. നമ്മൾ കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു ജീവിച്ചെന്നറിയോ? ഈ അന്തർജനം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അന്തർജനം എന്ന വാക്കിൻ്റെ അർത്ഥം അകത്തമ്മ എന്ന. അവർ പുറത്തു പോകണമെങ്കിൽ കൂടെ ഒരു തൊഴി ഉണ്ടാകണം, ഒരു മറക്കുട കൂടി പിടിക്കണം. ഇതാ ഇവിടെ പറയുന്നു, അന്തർജനങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ. അവർ അന്തർജനങ്ങളാണ്. പിന്നെ അന്നത്തെ കാലത്തെ സ്ത്രീകൾ അനുബന്ധിച്ച് താഴ്ന്ന ജാതിയിലൊക്കെപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് മൂപ്പര് സൂചിപ്പിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തുടക്കം തന്നെ പറഞ്ഞാൽ എന്താ? ഭൂതകാലത്തിലേക്കൊന്ന് പോയി നോക്കാം. ഇതിനാണ് വെളുപ്പിക്കൽ ന്യായീകരണം എന്ന് പറയുന്നത്. ഭൂതകാലത്തിലേക്ക് എന്തിനാണ് പോകുന്നത്? നമ്മൾ വർത്തമാനകാലത്തിലല്ലേ ജീവിക്കുന്നത്. പണ്ട് അവർ അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷെ അവർക്ക് ഇന്ന് മാറ്റത്തിന് വിധേയമായി. ഇന്ന് അന്തർജനങ്ങളായിട്ടാണോ ബ്രാഹ്മണ സ്ത്രീകൾ നടക്കുന്നത്? അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ സമൂഹത്തിൽ നിയമം മാറ്റം വരുത്തിയതാവാം, അല്ലെങ്കിൽ ഒരു സമൂഹം മൊത്തം മാറ്റം വരുത്തിയതാവാം. സാരമില്ല, പക്ഷേ ആ മാറ്റം അംഗീകരിക്കാൻ ആ മതവും ആ ദൈവവും തയ്യാറായി. ആ മാറ്റം അംഗീകരിക്കാൻ ആ മതമോ ദൈവമോ അവർക്ക് തടസ്സമല്ല. അതാണ് മതസ്വാതന്ത്ര്യം. ആദ്യം മനസ്സിലാക്കുക. എന്നാൽ നിങ്ങളുടെ മതത്തിലെ ഇത്തരം നിയമങ്ങൾക്ക് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? സമൂഹം മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിയമം മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾക്കതിന് കഴിയില്ല. ചളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ഒരാൾ വഴിയെ പോകുന്നവനെ നോക്കി ഇന്നലെ അവൻ്റെ കാലിൽ കുറച്ച് ചളിയുണ്ടായിരുന്നു എന്ന് പരിഹസിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേമാതിരിയാണ് നിങ്ങൾ ഇപ്പോഴും ആ ചളിക്കുണ്ടിൽ തന്നെ മോചിതരല്ല. ലോകാവസാനം വരെ നിങ്ങൾക്ക് മോചിതരാകാനും കഴിയില്ല. പക്ഷെ മറ്റവർക്ക് കഴിഞ്ഞു, ഒരു പരിധിവരെ മാറി. ഇനിയും ഉണ്ടാവാം, അതും മാറും. ആ മാറ്റത്തിന് വിധേയരാകാൻ അവർക്ക് അവരുടെ മതമോ ദൈവമോ തടസ്സമല്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, പരിഹസിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി പരിഹസിക്കുക. വർഗീയം മാത്രം ഉള്ളിലിട്ട് വിമർശിക്കാൻ നടക്കരുത്. 33-ാം അധ്യായം 37 പറയുന്നു, വളർത്തുമകൻ്റെ ഭാര്യയെ അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ വളർത്തച്ഛന് കല്യാണം കഴിക്കാനുള്ള അനുവാദം കൊടുക്കുക. 33-ാം അധ്യായം 37 നോക്കൂ. ഈ ആയത്ത് കൊണ്ട് എന്ത് നന്മയാണ് ഈ സമൂഹത്തിനുണ്ടാകുന്നത്? എന്ത് ഗുണമാണ് ഈ സമൂഹത്തിന് ഈ ആയത്ത് കൊണ്ട് ഉണ്ടാകുന്നത്? ആ അച്ഛന്, അത്തരമൊരു വളർത്തുമകനെ പോറ്റുന്ന അച്ഛന് എന്തെങ്കിലും ഈ ആയത്ത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മകളെ പോലെ ആ കുട്ടിയെ കാണാൻ സാധിക്കുമോ? ആ വളർത്തുമകന് ആ വളർത്തച്ഛൻ്റെ മുന്നിൽ മകളെപ്പോലെയോ ഒരു സുരക്ഷിതയായിട്ട് ഇരുത്താൻ പറ്റുമോ? എപ്പോഴും ഇവർക്കൊരു അവിശ്വാസമല്ലേ അവിടെ വരിക? ഇതിനല്ലേ ഈ നിയമം ഉപകരിക്കുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? പിന്നെ അതിൽ പറഞ്ഞു നോക്കൂ, വളർത്തുമകന് അവൻ്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ. ഒരു ഭാര്യനെ കൊണ്ട് ഭർത്താവിനുള്ള ആവശ്യം എപ്പോഴാണ് നിറവേറ്റി കഴിയുക? ഭർത്താവിൻ്റെ മരണം വരെ ഭാര്യയെ ആവശ്യമാണ്. ഭാര്യയ്ക്ക് തിരിച്ചും ഭർത്താവിനെ അവൻ്റെ മരണം വരെ ആവശ്യമാണ്. ആവശ്യം. അപ്പം ഇവിടെ എന്താണ് ഭാര്യയെ കൊണ്ടുള്ള ആവശ്യമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? അത് 2-ാം അധ്യായം 223 പറയുന്നു,
ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാവും. കണ്ടോ, സ്ത്രീയെ ഒരു വിഭവമാണ്, ഭാര്യയും പുത്രന്മാരും വിഭവമാണെന്ന് മറ്റദ്ദേഹത്തിലും പറയുന്നു. അത് സ്ത്രീയെ വിഭവമാവും ലൈംഗിക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന മതം തലയിൽ പേറിക്കൊണ്ടാണ് നിങ്ങൾ ബ്രാഹ്മണ സ്ത്രീകളും ഇന്ത്യയിലെ മറ്റ് സ്ത്രീകളൊക്കെ ഇങ്ങനെ ദുരിതം പണ്ട് അനുഭവിച്ചിരുന്നു എന്ന് കളിയാക്കുന്നത്. എത്ര മ്ലേച്ഛതരമാണ് താങ്കളുടെ അഭിപ്രായം? താങ്കളുടെ മനസ്സിൽ വർഗീയക്കുരു മാത്രമേ ഉള്ളൂ എന്നത് ഈ ഒരൊറ്റ താങ്കളുടെ ഈ ന്യായീകരണ വീഡിയോയിൽ നിന്ന് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്.